എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9ലെ സ്പർശ 1ലെ ഫസ്റ്റ് ചാപ്റ്ററായ ദുഃഖ കാ അധികാർ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസറാണ്. നോക്കാം നമുക്ക്. നിമ്നലിഖിത പ്രശ്നോ കെ ഉത്തർ ഏക് ദോ പങ്ക്തിയോ മേ ദീജിയേ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒന്നോ രണ്ടോ വാക്യത്തിൽ उत्तरम एഴുതുക എന്നുള്ളത്. किसी व्यक्ति की पोशाक को देखकर हमें क्या पता चलता है എന്ന്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വസ്ത്രം കണ്ടിട്ട് നമ്മൾക്ക് എന്താണ് അതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. किसी व्यक्ति की पोशाक को देखकर हमें समाज में उसके अधिकार और दर्जा का पता चलता है. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വസ്ത്രം കണ്ടിട്ട് നമ്മൾക്ക് എന്താ മനസ്സിലാവുന്നത്? സമൂഹത്തിൽ അവർക്കുള്ള അധികാരവും അതുപോലെ തന്നെ ദർജ കാ പതാ ചൽത്താ ഹെ, അവരുടെ ക്ലാസ് മിഡിൽ ക്ലാസ് ആണോ ഹൈ ക്ലാസ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഗർഭൂജ ബേച്ചനെ വാലി സ്ത്രീ സെ കോയി ഗർഭൂജ ക്യോ നഹി ഖരീദ് രഹാതാണ്. അതായത് ഗർഭൂജ വിൽക്കാൻ വെച്ചിരിക്കുന്ന ആ സ്ത്രീയിൽ നിന്നും ആരും എന്തുകൊണ്ടാണ് ഗർഭൂജ ക്യോ നഹി ഖരീദ് രഹാദ, എന്തുകൊണ്ടാണ് വാങ്ങിക്കേണ്ടിരുന്നത്? ഗർഭൂജ ബേച്ചനെ വാലി സ്ത്രീ സെ കോയി ഗർഭൂജ ഇസ്ലിയെ നഹി ഖരീദ് രഹാദ ക്യോങ്കി വ മുഹ് ചിപ്പായെ സിർക്കോ ഗുഡ്നോ പർ രഖ്കർ ഫഫക് ഫഫക്കർ രഹിദി. അവരെങ്ങനെയായിരുന്നു? അവരത് വിൽക്കാൻ വച്ചിട്ട് അവരുടെ മുഖം മറച്ചുകൊണ്ട്, മുഖം എവിടെയാണ് വെച്ചിരിക്കുന്നത്? മുട്ടിൽ വച്ചുകൊണ്ട് ഏങ്ങി ഏങ്ങി കരയുകയായിരുന്നു. അതുകൊണ്ടാണ് അവരിൽ നിന്നും ആരും വാങ്ങിക്കുമോ, ഇത് വാങ്ങിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരുമോ എന്ന് ഉള്ളൊരു ക്വസ്റ്റ്യൻ വന്നത്. ഉസ് സ്ത്രീക്കോ ദേക്കർ ലേഖക്കോ കൈസാ ലഗ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആ സ്ത്രീയെ കണ്ടിട്ട് ലേഖകൻ എന്താണ് തോന്നിയത്? ഉസ് സ്ത്രീക്കോ ദേക്കർ ലേഖക് के मन में एक व्यथा सी उड़ी और वो उसके रोने का कारण जानने का उपाय सोचने लगा. ആ സ്ത്രീയെ കണ്ടപ്പോൾ ലേഖകൻ്റെ മനസ്സിൽ വ്യഥ, ഒരു വിഷമമുണ്ടായി. അദ്ദേഹം എന്ത് ചെയ്തു? ഉസ്കെ റോനെ കാ കാരൻ ജാൻനെ കാ ഉപായ് സോച്നെ ലഗ. അവർ കരയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാൻ ഒരു സൊല്യൂഷൻ അദ്ദേഹം ചിന്തിച്ചു എന്നാണ് ആൻസർ. നെക്സ്റ്റ് എന്താണ്? ഉസ് സ്ത്രീക്ക് ലടുക്കിക്ക് മൃത്യു കാ കാരൻ ക്യാ ഥാ. അതായത് ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ആ വൃദ്ധയുടെ മകൻ്റെ മരണം, ലടുക്കിക്ക് മൃത്യു എന്ന് പറഞ്ഞാൽ മകൻ്റെ മരണം എങ്ങനെയാണ് മകൻ മരിച്ചതെന്ന്, എന്ത് കാരണത്താലാണ്? ഉസ് സ്ത്രീക്ക് ലടുക്കിക്ക് മൃത്യു ഗേത്ത് മേ പക്കെ ഗർഭൂജെ ചുനത്തെ സമയ സാമ്പ് കെ കാട്ടനെ സെ ഹുയി. എന്താണ്? ആ സ്ത്രീയുടെ മകൻ്റെ മരണം വയലിൽ പാകമായ ഗർഭൂജകൾ ചുനത്തെ സമയം സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാമ്പ് കെ കാട്ടനെ സെ ഹുയി എന്ന്, പാമ്പിൻ്റെ കടിയേറ്റാണ് മരിച്ചത്. ബുഡിയാക്കോ കോയി. നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ബുഡിയാക്കോ കോയി ബി ക്യോം ഉദാർ നഹി ദേത്ത. എന്തുകൊണ്ടാണ് ആ വയസ്സായ സ്ത്രീക്ക് ആരും ഉദാർ എന്ന് പറഞ്ഞാൽ ദാനമായിട്ടൊന്നും കൊടുക്കാണ്ടിരുന്നത് എന്തുകൊണ്ടാണെന്ന്. ബുഡിയാക്കെ പരിവാർ മേ ഏകമാത്ര കമാനെ വാല ബേട്ട മർ ഗയാ താ. അതായത് ആ വയസ്സായ സ്ത്രീയുടെ വീട്ടിൽ ഏകമാത്ര കമാന എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ജോലിയെടുത്ത് വരുമാനം കൊണ്ടുവരുന്ന ആകെ ഒരു മകനെ ഉണ്ടായിരുന്നല്ലോ. ആ മകൻ എന്ത് പറ്റി? മരിച്ചുപോയി. മർഗയാത, മരിച്ചുപോയി. ഇസി കാരണം പൈസ വാപ്പസ് നാ മിൽനെ കെ ഡർ മേ കോയി ബി ബുഡിയാക്കോ ഉദാർ നഹി ദേത്ത. അതുകൊണ്ട് പൈസയൊക്കെ കടം കൊടുത്താൽ അത് തിരിച്ചു കിട്ടുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് ആരും ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായില്ല. അതില്ലെങ്കിൽ ഉദാരമായിട്ട് സംഭാവനയായിട്ടൊന്നും കൊടുക്കാൻ തയ്യാറായില്ല എന്ന്. ഇനി निम्नलिखित प्रश्नों के उत्तर 25-30 शब्दों में लिखिए എന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മനുഷ്യക്ക് ജീവൻ മേ പോഷാക ക്യാ മഹത്വ ഹെ. മനുഷ്യരുടെ ജീവിതത്തിൽ പോഷാക്കിനുള്ള മഹത്വം എന്താണ് അല്ലെങ്കിൽ പ്രാധാന്യം എന്താണ് ആൻസർ? മനുഷ്യക്ക് ജീവൻ മേ പോഷാക ബഹുത് അധിക് മഹത്വ ഹെ. മനുഷ്യൻ്റെ ജീവിതത്തിൽ വസ്ത്രത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. पोशाक ही समाज में एक व्यक्ति का दर्जा तथा अधिकार तय करती है. ഈ വസ്ത്രങ്ങളാണ് സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ ക്ലാസ്, അതുപോലെ തന്നെ അവർക്ക് സമൂഹത്തിൽ എത്രയധികം അധികാരമുണ്ടെന്ന് തൈക്കർണ എന്ന് പറഞ്ഞാൽ എന്താണ്? തീരുമാനിക്കപ്പെടുന്നത്.
पोशाक के कारण कभी उसके सब रास्ते खुल जाती है और कभी रास्ते में बाधा डाल देती है. ചിലപ്പോൾ ഈ വസ്ത്രങ്ങളിലൂടെ ചില സമയത്ത് ഈ വസ്ത്രങ്ങൾ മുഖേന അല്ലെങ്കിൽ വസ്ത്രങ്ങൾ നല്ല ഡ്രസ്സുകൾ ധരിക്കുന്നത് കൊണ്ട് ചില വാതിലുകൾ നമുക്ക് പെട്ടെന്ന് തുറന്നു തരും. അതുപോലെ തന്നെ ഈ വസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ചില വാതിലുകൾ നമുക്ക് അല്ലെങ്കിൽ ചില വഴികളിൽ തടസ്സങ്ങളും വരാറുണ്ടെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പോഷാക് ഹമാരെ ലിയേ കബ് ബന്ധൻ ഔർ അഡ്ചൻ ബൻ ജാത്തി ഹെ. ഈ വസ്ത്രങ്ങൾ എപ്പോഴാണ് നമുക്കൊരു തടസ്സവും ബന്ധനവുമായി മാറുന്നതെന്നാണ് ചോദ്യം. ആൻസർ എന്താണ്? पोशाक हमारे लिए उस समय बंधन और अड़चन बन जाती है जब हम अपने से निचले स्तर के व्यक्तियों के दुख में शामिल होकर सहानुभूति प्रकट करना चाहते हैं. तब पोशाक हमारे लिए एक बाधा बन जाती है. അതായത് പോഷാക് ഹമാരെ ലിയെ ഏത് സമയത്താണോ ബന്ധനവും ഒരു തടസ്സവുമായി മാറുന്നത് ആ സമയം എപ്പോഴാണ്? ഹം അപ്നെ സെ നിച്ചൽ സ്തർ കെ വ്യക്തിയോ കെ ദുഃഖമേ, നമ്മളെക്കാളും താഴെയുള്ള വ്യക്തികളുടെ ദുഃഖങ്ങളിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ അവരുടെ ദുഃഖത്തിൽ നമ്മൾ ഉൾപ്പെടാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അവരോട് നമ്മൾ സഹതപിക്കാൻ ചെല്ലുമ്പോൾ സഹാനുഭൂതി എന്ന് അതായത് ഒരു എന്താണ് അവരുടെ ആ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരാൻ ചെല്ലുമ്പോൾ പെറുകർണ ചാത്തേഹ അതാണ് ആ പറയുന്നത്. പോഷാക് ആ സമയത്ത് ഈ വസ്ത്രങ്ങൾ നമുക്കൊരു തടസ്സമായി മാറാറുണ്ടെന്ന് നമ്മൾ ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. നല്ല വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ നല്ല വെൽ ഡ്രസ്സിൽ സാധാരണക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ നമുക്കവിടെ പെട്ടെന്നൊരു സ്വീകാര്യത കിട്ടത്തില്ല, അവർ നമ്മളെ സംശയിക്കും എന്നൊക്കെ നമ്മൾ ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് നമ്മളിവിടെ ആൻസറായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ലേഖക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ലേഖക് ഉസ് സ്ത്രീ കെ രോനെ കാ കാരൺ ക്യോ നഹി ജാൻ പായ. ലേഖകൻ ആ സ്ത്രീ കരയുന്നതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് അറിയാൻ പറ്റാണ്ടായിപ്പോയതെന്ന്. ലേഖകി പോഷാക് ഉസ് സ്ത്രീ കെ രോനെ കാ കാരൺ ജാൻനെ മേ അഡ്ചൻ ബൻ ഗയി थी. ലേഖകന് നേരിട്ട് ആ സ്ത്രീയുടെ അടുത്ത് ചെന്ന് എന്താണ് നിങ്ങൾ കരയുന്നതെന്ന് ചോദിക്കാൻ പറ്റിയില്ല. കാരണം ജാൻനെ മേ അഡ്ചൻ അതായത് അദ്ദേഹത്തിൻ്റെ വസ്ത്രം, പോഷാക്ക് ഉസ് സ്ത്രീ കെ രോനെ കാ അദ്ദേഹത്തിൻ്റെ വസ്ത്രം ആ സ്ത്രീയുടെ അടുത്ത് ചെന്ന് ഇരുന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിക്കുന്നതിലൊരു തടസ്സമായി മാറി എന്നാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭഗവാൻ അപ്പനെ പരിവാർ കാ നിർവാഹ് കൈസെ കർത്താത. ഭഗവാന നമ്മൾ പറഞ്ഞ ആൺകുട്ടിയുടെ പേര് ഭഗവാന എന്ന് നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചു. ഭഗവാന പരിവാർ കാ നിർവാഹ് കുടുംബത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നിർവഹിച്ചിരുന്നത്, നോക്കി നടത്തിയിരുന്നത്. ഭഗവാന शहर के पास 1.5 बीघा ज़मीन पर കച്ചിയാരി കർക്കെ പരിവാർ കാ നിർവാഹ് കർത്താ था. ഭഗവാന പട്ടണത്തിനടുത്തുള്ള 1.5 बीघ 1.5 സെൻറ്റ് ഭൂമിയിൽ ജമീൻ പർ ഭൂമിയിൽ കച്ചിയാരി വെജിറ്റബിൾസ് കൃഷി ചെയ്ത് പരിവാർ കാ നിർവാഹ് കർത്താ था കുടുംബത്തെ പോറ്റിയിരുന്നു അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നടത്തിയിരുന്നു. ഗർഭുജോം കി ഡലിയ ബാസാർ മേ പഹുഞ്ചാക്കർ. ഈ തിരഞ്ഞെടുക്കപ്പെട്ട വയലിൽ നിന്നും പറിച്ച ഗർഭുജകൾ ബാസ്ക്കറ്റിൽ ആക്കി മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് കബി ലടുക്ക സ്വയം സൗദയ്ക്ക് പാസ് ബൈറ്റ് ജാത്ത കബി മാ ബൈറ്റ് ജാത്തി. ചിലപ്പോഴൊക്കെ ആ ആൺകുട്ടി തന്നെ അത് വിൽക്കാനിരിക്കും, അല്ലെങ്കിൽ മാർക്കറ്റിൽ അമ്മ വന്നിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ലड़के मृत्यु के दूसरे ही दिन बुढ़िया ഗർഭുജെ ബേച്ചനെ ക്യോ ചൽപ്പടി. ഈ ആൺകുട്ടി മരിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഈ വയസ്സായ സ്ത്രീ എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ ഗർഭൂജെ വിൽക്കാനായിട്ട് വന്നത്? ബുഡിയ ബഹുത് ഗരീബ് തി. എന്താണ് ആ സ്ത്രീ വളരെയധികം ഗരീബ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാവപ്പെട്ടതായിരുന്നു. ലड़के മൃത്യു പർ ഘർ മേ ജോ കുച്ച് താ സബ് ദാൻ ദക്ഷിണ മേ ദി. ആൺകുട്ടി മരിച്ചതിന് ശേഷം വീട്ടിൽ ഘർമേ ജോ കുച്ച് ദാ എന്ന് പറഞ്ഞാൽ വീട്ടിലുണ്ടായിരുന്ന സബ് മിക്കതും അത് മുഴുവൻ സാധനങ്ങളും ദാനം അവർക്ക് നമ്മളതിൽ പഠിച്ച് കുറച്ച് ആട്ടയും അനാജൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം എന്ത് ചെയ്തു? ദാനമായും ദക്ഷിണയുമായും കൊടുത്തു. ലड़के ചോട്ടെ ബച്ച് ബുക്സെ രോപ്പടി. പക്ഷേ പിറ്റേ ദിവസമായപ്പോൾ എന്താണ്? കുട്ടികൾ വളരെയധികം വിശന്നിട്ട് കരയാൻ തുടങ്ങി. അവർ ബഹുക്കോ തേജ് പുക്കാർത്ത. ബഹു ആണെങ്കിൽ എങ്ങനെയാണ്? വളരെയധികം പനിയായിട്ടിരിക്കുകയായിരുന്നു. ഇനി സബ് കാരണവും സെ ലड़के മൃത്യു കെ ദൂസരെ ദിൻ ഹി ബുഡിയ ഗർഭൂജെ ബേച്ചനെ
ചൊൽപ്പടി. ഈ കാരണങ്ങളെല്ലാം കൊണ്ടാണ് ഈ ആൺകുട്ടിയുടെ അമ്മ ഈ ആൺകുട്ടി മരിച്ചതിന് പിറ്റേ ദിവസം തന്നെ ഖർബൂജ വിൽക്കാനായിട്ട് മാർക്കറ്റിലേക്ക് പോകേണ്ടി വന്നത്. ഒന്ന്, വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ദാനമായിട്ട് കൊടുത്തു. പിറ്റേ ദിവസം കുട്ടികളെല്ലാം വിശന്ന് കരയാൻ തുടങ്ങി. ബഹുവിനാണെങ്കിൽ പനിയായിരുന്നു. പിന്നെ വേറെ മാർഗങ്ങളൊന്നുമില്ല അവർക്ക്, വീട്ടിൽ വേറെ ആരുമില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ട് പിറ്റേ ദിവസം തന്നെ അവർക്ക് ഈ ഖർബൂജ വിൽക്കാനായിട്ട് മാർക്കറ്റിലേക്ക് വരേണ്ടി വന്നു എന്നാണ് പറയുന്നത്. बुढ़िया नेक्स्ट 6th क्वेश्चन എന്താണ്? बुढ़िया के दुख को देखकर लेखक को अपने पड़ोस की संभ्रांत महिला की याद क्यों आई? ഈ വയസ്സായ സ്ത്രീയുടെ ദുഃഖം കണ്ടപ്പോൾ ലേഖകന് തൻ്റെ തൊട്ടടുത്തുള്ള, പഡോസ്കി എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് താമസിച്ചിരുന്ന സംഭ്രാന്ത മഹിള, അതായത് ആ സമ്പന്നയായ സ്ത്രീയെ എന്തുകൊണ്ടാണ്, യാദ് എന്ന് പറഞ്ഞാൽ ഓർമ്മ വരിക, എന്തുകൊണ്ടാണ് ഓർമ്മ വന്നത്? ഉസ് സംഭ്രാന്ത മഹിളാക്കി ബേട്ടേക്കാബി ദേഹാന്ത് ഹുവാദ, അതായത് ആ സ്ത്രീയുടെ ആ സമ്പന്നയായ സ്ത്രീയുടെ മകനും മരിച്ചിരുന്നു. ദേഹാന്ത് ഹുവ എന്ന് പറഞ്ഞാൽ മരിക്കാന്നർത്ഥം. ലേഖക് ഇൻ ദോനോങ്കി ദുഃഖിക്ക് തുലന കർണ ചാത്താത, ലേഖകൻ എന്താണ് ഈ രണ്ടുപേരുടെയും ദുഃഖങ്ങൾ തുലന എന്ന് പറഞ്ഞാൽ എന്താണ്, താരതമ്യം ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. धनिक परिवार के होने के कारण उस संभ्रांत महिला को शोक मनाने का अधिक സമയമില്ല. അതായത് സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്നത് കൊണ്ട് ആ ധനികയായ സ്ത്രീക്ക് ദുഃഖം മനാനേക്ക ആചരിക്കാനുള്ള, അല്ലെങ്കിൽ ദുഃഖത്താൽ വീട്ടിലിരിക്കാനുള്ള അധികം സമയം അവർക്കുണ്ടായിരുന്നു. ലേക്കിൻ പക്ഷേ ബുഡിയമ്മ, പ്രായമായ അല്ലെങ്കിൽ വയസ്സായ ആ പാവപ്പെട്ട അമ്മയ്ക്ക് അപ്പനി ഗരീബിക്ക് കാരണം, ഗരീബി എന്ന് പറഞ്ഞാൽ എന്താണ്, ദാരിദ്ര്യം കൊണ്ട് അപ്പനെ പുത്രവിയോഗക്കെ ദൂസരി ദിൻഹി, തൻ്റെ പുത്രൻ മരിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ കാം കർണേവ മജ്ബൂർ ഹോത്താഹെ, ജോലി ചെയ്യാനായിട്ട് എന്താ പറയുക, മജ്ബൂർ ഹോനാന്ന് പറഞ്ഞാൽ സാഹചര്യം അവരങ്ങനെ കൊണ്ടെത്തിക്കുന്നു, തനിക്ക് ജോലി ചെയ്യാതെ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ദോനോക്ക് ശോക് മനാനേക്ക ടങ് അലഗത, ആ രണ്ടുപേരുടെയും ആ ദുഃഖം ആചരിക്കുന്ന രീതി, ടങ് എന്ന് പറഞ്ഞാൽ ആ രീതി എന്തായിരുന്നു, അലഗ്, ഡിഫറെൻ്റ് ആയിരുന്നു, വ്യത്യസ്തമായിരുന്നു. ബുഡിയ മാക്കെ പാസ് ശോക മനാനേക്ക അധികാർ അവർ സമയ നഹീത, അതായത് ആ പ്രായമായ സ്ത്രീക്ക് ആ ദുഃഖം ആചരിക്കാനുള്ള അധികം സമയവും ഉണ്ടായിരുന്നില്ല, അധികാരവും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? അവർക്ക് അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, പിറ്റേ ദിവസത്തേക്ക് വീട്ടിലൊന്നുമില്ല, വീട്ടിൽ ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ട്, ബഹുവുണ്ട്. അപ്പോൾ അവർക്ക് കച്ചവടത്തിനായി പോയി നിന്നാലേ എന്തെങ്കിലും പൈസ കിട്ടുകയുള്ളൂ, അതനുസരിച്ചിട്ട് അവർക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർക്ക് ദുഃഖം, മകൻ മരിച്ചെന്നും പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരുടെ സാഹചര്യം കൊണ്ട് അവർക്ക് പിറ്റേ ദിവസം തന്നെ അവർക്ക് മാർക്കറ്റിലേക്ക് വരേണ്ടതായിട്ട് വന്നു. പക്ഷേ മറ്റേ മഹിള എന്താണ് ചെയ്തത്? അവർ 2.5 മാസത്തോളം സുഖമായിട്ട് വീട്ടിൽ തന്നെ ഇരുന്നു ദുഃഖം ആചരിച്ചു. അതാണ് ലേഖകൻ പെട്ടെന്ന് ഈ അമ്മ വൃദ്ധയായ സ്ത്രീയുടെ മകൻ മരിച്ചപ്പോൾ ലേഖകൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആ സംഭ്രാന്ത മകളെക്കുറിച്ച് ഓർമ്മ വരാൻ കാരണം, രണ്ടുപേരുടെ ദുഃഖങ്ങൾ ഒന്ന് തന്നെയാണെങ്കിലും അവർ അത് ആചരിക്കുന്ന രീതിയിലുള്ള വ്യത്യാസമാണ് ലേഖകനൂടെ പറഞ്ഞു തന്നത്. ഓക്കെ, ഇനി എന്താണ്, നിന്മിലിഖിത പ്രശ്നമൊക്കെ ഉത്തർ 50-60 ശബ്ദമേ ലിഖിയെ. 5 മാർക്കിൻ്റെ അല്ലെങ്കിൽ 3 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ബാസാർ കെ ലോഗ് ഖർബൂജെ बेचने वाली स्त्री के बारे में क्या क्या कह रहे थे अपने शब्दों में लिखिए. അതായത് മാർക്കറ്റിൽ ഇവർ ഖർബൂജ വിൽക്കാനായിട്ട് ആ വൃദ്ധയായ അമ്മ വന്നിരുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അവരെക്കുറിച്ച് മാർക്കറ്റിൽ നിൽക്കുന്ന ആൾക്കാർ എന്തൊക്കെയാണ് മോശം പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാണ് ലേഖകൻ ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ അതാണ്. ആൻസർ എന്താണെന്ന് നോക്കാം. ഏക ആദ്മിനെ ഘൃണാസെ തുപ്തേ ഹുയെ കാ, ഒരാൾ ഇങ്ങനെ മോശമായി ഇങ്ങനെ തുപ്പിക്കൊണ്ട് പറയുകയാണ്, जवान लड़के को मरे पूरा दिन नहीं बीता और यह बहया दुकान लगा के बैठी है. പ്രായമായ മകൻ മരിച്ചതിന് ഒരു ദിവസം മുഴുവനും
ആയിട്ടില്ല, അവർ ഒരു നാണവുമില്ലാതെ കട തുറന്ന് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ മാർക്കറ്റിൽ വന്നിരിക്കുകയാണെന്നാണ് ഒരാൾ മോശമായി പറഞ്ഞത്. ഇനി ലാലാജിനെ കഹാക്കി, ഇനി ലാലാജി എന്താണ് പറഞ്ഞത്? ഈ ലോകോങ്കോ മരെ ജിയേക കോയി മത്ലബ് നെഹി, ഈ ആൾക്കാർക്ക് മരിച്ചാലെന്താ ജീവിച്ചാലെന്താ അതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. പർ ദൂസരേക്ക് ധർമ്മ ഇമാൻ കാത്തോ ക്യാൽ കർണ ചാഹിയേ, പക്ഷേ ഒരു മറ്റുള്ളവരുടെ ധർമ്മത്തെയും മര്യാദയെയും ആചാരത്തെയൊക്കെ സംരക്ഷിക്കേണ്ടതില്ലേ എന്നാണ് ആര് പറയുന്നത്? ലാലാജി പറയുന്നത്. सामने के फुटपाथ पर खड़ी एक आदमी ने दिया सलाई की तीली से कान बुझाते हुए कहा, തൊട്ടടുത്ത് ഫുട്പാത്തിലിരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി തീപ്പെട്ടിയിൽ നിന്ന് തീപ്പെട്ടിക്കൊള്ളി എടുത്ത് ഇങ്ങനെ ചെവിയിൽ ചൊറിഞ്ഞുകൊണ്ട് എന്താ പറഞ്ഞത്? അരേ ഇൻ ലോഗോं को बेटा बेटी कसम ലുക്കായി ധർമ്മ ഈമാൻ സബ് റോട്ടി കാ ടുക്കടാ ഹൈ, ഇവർക്ക് മകനെന്നില്ല, മകളെന്നില്ല, ഭാര്യയെന്നില്ല, ഭർത്താവെന്നില്ല, ലുഖായി ധർമ്മവും മര്യാദയും ആചാരവും ഒന്നുമില്ല, ഇവർക്കെല്ലാം എന്താണ്? ഒരു റൊട്ടി കഷ്ണത്തിന് വേണ്ടി ഇവരെല്ലാം ത്യജിക്കുന്നു, ഇവർക്ക് അതെല്ലാം ഒരു റൊട്ടി കഷ്ണത്തിന് വേണ്ടി അവരെല്ലാം ത്യജിക്കുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ലേഖകനെ ബുഡിയാക്കിയ ദുഃഖ അന്താസ കൈസെ ലഗായ, ലേഖകൻ ഈ വൃദ്ധയുടെ ദുഃഖത്തിൻ്റെ ആ ആഴം എങ്ങനെയാണ് മനസ്സിലാക്കിയത്? लेखक ने बुढ़िया के दुख को अंदाज़ा लगाने के लिए अपने पड़ोस में रहने वाली एक संभ्रांत महिला को याद किया. അതായത് ഈ ദുഃഖം, ഇവരുടെ ദുഃഖം എത്രത്തോളം ആഴത്തിലാണുള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട് അദ്ദേഹം ഇതിനു മുമ്പ്, ഒരു വർഷം മുമ്പ് തൻ്റെ തൊട്ടടുത്ത വീട്ടിൽ നടന്ന ആ സംഭ്രാന്ത്, അതായത് സമ്പന്നയായ സ്ത്രീയെക്കുറിച്ച് ഓർമ്മ വന്നു. ഉസ് മഹിളാക്ക പുത്രബി മർഗയാദം, ആ സ്ത്രീയുടെ മകനും മരിച്ചു, ഇവരുടെ മകനും മരിച്ചു. തബ് മഹിള 2.5 മാസം തക് പലങ്ക് പർ പടി രഹി, ഇവരെന്താണ്? ആ സംഭ്രാന്ത മഹിള മകൻ മരിച്ചതിന് ശേഷം 2.5 മാസം കട്ടിലിൽ തന്നെ കിടന്നു. 15 മിനിറ്റ് ബാദ് മൂർച്ഛിത് ഹോ ജാത്തി थी, 15 മിനിറ്റ് കൂടുമ്പോൾ ഇവർക്ക് ബോധക്ഷയം വരും. ദോ ഡോക്ടർ ഹമേശ ഉസ്കെ സിർഹാനെ ബൈഠേ രഹാ കർത്തേ थे, 2 ഡോക്ടർമാർ ഫുൾ ടൈം ഇവരുടെ തലയുടെ ഭാഗത്തുണ്ടാവും. ഉസ്കെ ദുഃഖമേ സാരേ ഷഹർ കെ ലോഗ് ഭി ഷാമിൽ ഹോ ഗയി थी, അവരുടെ ദുഃഖത്തിൽ ആ പട്ടണത്തിലുള്ള എല്ലാവരും പങ്കെടുത്തു, അല്ലെങ്കിൽ അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. ഇസ് തരഹ ഉസ് മഹിള കെ ദുഃഖ കി തുലന കർത്തേ ഹുയെ ഉസേ അന്ദാസ ഹുവാ കി ഇസ് ഗരീബി ദുടിയ കാ ദുഃഖ ഭി കിത്തന ബഡാ ഹോഗ. അപ്പോൾ രണ്ടുപേരുടെയും അവരുടെ ദുഃഖവും ഇവരുടെ ദുഃഖവും ഒന്നാണെങ്കിലും രണ്ടുപേരും എന്താണ്, ഇത് പാവപ്പെട്ട അമ്മയ്ക്ക് എത്രത്തോളം മകൻ്റെ മരണത്തിൽ ദുഃഖമുണ്ടോ അത്രയും സംഭ്രാന്ത മകളൊക്കെ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ആ സമ്പന്നയായ സ്ത്രീക്ക് ഉണ്ടെങ്കിലും, അവരെപ്പോലെ 2.5 മാസമൊന്നും വീട്ടിലിരുന്ന് ദുഃഖം ആചരിക്കാനുള്ള സമയം ഈ വൃദ്ധയായ സ്ത്രീക്ക് ഉണ്ടായില്ല. അപ്പോൾ രണ്ടുപേരുടെ ആ ദുഃഖത്തിൻ്റെ തുലനയാണ് അദ്ദേഹം ചിന്തിച്ചിരുന്നത്. ഇസ് പാഠ കാ ശീർഷക് ദുഃഖ കാ അധികാർ കഹാം സാർത്ഥക് ഹെ, അതായത് ഈ പാഠത്തിൽ, ഈ ചാപ്റ്ററിൽ എൻ്റെ ഹെഡിങ് ദുഃഖ കാ അധികാർ എത്രത്തോളം അതിന് അനുയോജ്യമാണെന്നാണ് ലേഖകൻ ചോദിക്കുന്നത്. സ്പഷ്ട കീജിയെ, അത് വ്യക്തമാക്കാൻ. ഇസ് പാഠ് മേ സെ മാലൂം ഹോത്താ ഹേ കി ധനി ലോഗോं को ദുഃഖ മനാനെ കാ ജ്യാദാ സമയ ഹെ, ഈ ചാപ്റ്ററിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ധനി ലോഗ്, അതായത് സമ്പന്നയായ ആൾക്കാർക്ക്, അല്ലെങ്കിൽ കയ്യിൽ ധാരാളം പണമുള്ള ആൾക്കാർക്ക് ദുഃഖം ആചരിക്കാൻ ധാരാളം സമയമുണ്ട്. ഉनके दुख में आसपास के लोगों भी शामिल होते हैं और സഹാനുഭൂതി പ്രകട करते हैं, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ പട്ടണത്തിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അവരുടെ തൊട്ടടുത്തുള്ള ആൾക്കാരോ തയ്യാറാണ്. അതുപോലെ തന്നെ അവരോട് പ്രത്യേക ഒരു സഹാനുഭൂതിയുമുണ്ട്. ഉന്നെ ദുഃഖ വ്യക്ത കർണേക്ക് അധികാര ഹേ, അവർക്ക് ഈ സമ്പന്നമായ ആൾക്കാർക്ക് ദുഃഖം വ്യക്തമാക്കാനും അത് ആചരിക്കാനുമുള്ള അധികാരമുണ്ട്. ലേക്കിൻ ഗരീബ് ലോഗോं को ദുഃഖ പ്രകട करने का समय और अधिकार नहीं है, പക്ഷേ പാവപ്പെട്ട ആൾക്കാർക്ക് ദുഃഖം പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ അത് ആചരിക്കാനോ അതിനധികം സമയവുമില്ല, അധികാരവുമില്ല. അപ്പോൾ अपने दुख प्रकट करते तो लोग उसे घृणा के साथ देखते हैं, ഇനി ദുഃഖം പ്രകടിപ്പിച്ചാലും കുറേ നാൾ പ്രകടിപ്പിച്ചാലും അതും മോശമായിട്ട് കാണും. പ്രകടിപ്പിക്കാതെ ജോലി ചെയ്യാൻ ശ്രമിച്ചാൽ അതിൽ ആൾക്കാർ മോശം കണ്ടെത്തിയിട്ട് ഇവരെ കുറ്റപ്പെടുത്തും. അവർ ബുരി ബാത്തേം കേക്കർ ഉനക്കി അവഹേളന ഭി കർത്തേ ഹെ, മോശം വാക്കുകൾ പറഞ്ഞ് അവരെ അവഹേളിക്കും. ഗരീബി ലോഗോं को ദുഃഖ മനാനെ കാ അധികാർ നഹീ ഹെ, ഗരീബി ലോഗോं को, അതായത് ഈ പാവപ്പെട്ട ആൾക്കാർക്ക് ദുഃഖം ആചരിക്കാനുള്ള
അധികാരവുമില്ല, സമയവുമില്ല എന്നാണ് ലേഖകൻ ഇവിടെ പറയുന്നത്, ഈ ചാപ്റ്ററിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. താങ്ക്